അപ്പോൾ നമ്മുടെ ഐഫോണിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഇത്തരത്തിൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ എങ്ങനെ ഇത്തരത്തിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഇത്തരത്തിൽ ഇവിടെ ഈ മുകളിലുള്ള ഈ ബാറിൽ ഇത്തരത്തിൽ ഈ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഓപ്ഷൻ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നമ്മൾ സെറ്റിങ്സിലോട്ടൊന്ന് പോവുക. സെറ്റിങ്സിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ കൺട്രോൾ സെൻറ്റർ എന്നുള്ള ഒരു ഏരിയ കാണാം. അപ്പോൾ ഈ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഈ കൺട്രോൾ സെൻറ്റർ ഏരിയയിൽ എന്തൊക്കെ വരണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഞാനിവിടെ ഇപ്പം ജസ്റ്റ് നിലവിൽ ഈ പറയുന്ന ഈ സ്ക്രീൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഇത് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് എനിക്കിവിടെ ജസ്റ്റ് ഇത്തരത്തിൽ കൺട്രോൾ സെൻറ്ററിൽ നേരത്തെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പം കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഞാൻ കൃത്യമായിട്ട് ഈ സ്ക്രീൻ റെക്കോർഡിംഗ് എന്നുള്ള ഏരിയ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെയായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഈ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് ഒന്ന് ആഡ് ചെയ്യുക. ഇൻക്ലൂഡഡ് കൺട്രോൾസ് എന്നുള്ള ഏരിയയിൽ ഇപ്പം ആഡായിട്ട് കിടക്കുന്നുണ്ട് ഈ സ്ക്രീൻ റെക്കോർഡ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. അപ്പോൾ മുകളിൽ ഈ കൺട്രോൾ സെൻറ്ററിൽ ഇവിടെ ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് വന്നതായിട്ട് കാണാം, ആ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നമ്മുടെ കൺട്രോൾ സെൻറ്ററിൽ ഈ ഐഫോണിനകത്ത്. നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൈക്രോഫോൺ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു മൈക്കിൻ്റെ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മിക്കവാറും മൈക്രോഫോൺ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച്